ഇഷ്ടപ്പെടുവോ? നമുക്ക് ലൊക്കേഷൻ മാറ്റാം. ആ ബോധം എല്ലാവർക്കും കടന്നു കൊടുക്കില്ല. അവിടെ പോയി പടക്കം പൊട്ടിച്ച പിന്നെ ബോധം കുത്താവരാക്കോ. ഞാനത്തെ ചേരും ഇവിടെ തിരികെ കൊടുത്തില്ല, അവിടെ പൊട്ടണേ. ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് കിടിലൻ ഷെല്ലുകളാണ്. ഷെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുമ്പായിട്ടൊരു വീഡിയോ ഇറക്കിയിരുന്നു. ഷെല്ല് കട്ട് ചെയ്യുന്ന നമ്മളെ സ്കൈ ഷോട്ട് ഉണ്ടല്ലോ, ഇവിടെ തീ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ആകാശത്ത് പോയിട്ട് പൊട്ടുന്ന ആ സംഭവം, അത് നമ്മൾ PVC പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഡേഞ്ചറസ് വീഡിയോ ആണ്, അങ്ങനെ തന്നെ പറയാം. ആരും പരീക്ഷിക്കണ്ട. ഇത് തന്നെ പൊട്ടില്ല എന്നൊന്നും അറിയില്ല. അത്രത്തോളം എന്താ പറയുക, നമ്മൾ തന്നെ ആദ്യമായിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് മുമ്പ് പരീക്ഷിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അതിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ ഈ സ്കൈ ഷോട്ട് അല്ലെങ്കിൽ ഷെല്ല് എന്ന് പറയുന്ന ഈ സംഭവം എങ്ങനെ PVC പൈപ്പിൽ നിർമ്മിച്ചു എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് കിടക്കാം. നമ്മളത് PVC പൈപ്പിലാണ് നിർമ്മിക്കാൻ പോകുന്നത്. ശരിക്കും പേപ്പറിൻ്റെ റോളാണ് വേണ്ടത്. എന്നാൽ PVC പൈപ്പിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. PVC പൈപ്പ് 1.5 PVC പൈപ്പിൻ്റെ 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കഷ്ണവും അതുപോലെ തന്നെ 1.25 ഇഞ്ച് PVC പൈപ്പിൻ്റെ 30 സെൻറ്റിമീറ്ററുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് PVC പൈപ്പിൻ്റെ ചെറുതൊന്നാണ്, 12 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ ഒരു 4 PVC പൈപ്പിലാണ് നമ്മൾ ഇത് സ്കൈ ഷോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെയുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. POP എന്ന് പറയുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഈ 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ വലിയ പൈപ്പിൻ്റെ 3 ഇഞ്ച് ഭാഗത്ത് നമുക്ക് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസും വെള്ളം കൂടി മിക്സ് ചെയ്ത മിക്സിങ് നിറച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ചെറുതാണെങ്കിൽ 1 ഇഞ്ച് മാത്രം മതിയാവും കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അടിഭാഗം ഇതേപോലെ സെല്ലോ ടോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ട് അടച്ചു കൊടുക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം, കാരണം ഇത് പെട്ടെന്ന് സെറ്റാവുന്നതാണ്. പിന്നെ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് 3 ഇഞ്ച് നീളത്തിൽ വലിയ പൈപ്പിൻ്റെ ഈ ഒരു ഭാഗം വരെ നമുക്ക് ചെയ്തെടുക്കാം. അതിൽ ഫില്ലാക്കി വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അത് നേരെ നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്തെടുത്തു. അങ്ങനെ ഒരു ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്, ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വന്ന് നിൽക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മൾ തിരി വെച്ച് കൊടുക്കാൻ കേട്ടോ, നമുക്ക് കത്തിക്കാനായിട്ട് ആവശ്യമുള്ള തിരി വെച്ച് കൊടുക്കാനുള്ള ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൂടാക്കിയിട്ടായാലും ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ സംഭവം ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബാക്കിയുള്ളവ മുഴുവൻ ഇതേപോലെ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുണ്ടാക്കാം. വെടിമരുന്ന് പോലത്തെ ഒരു മരുന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ പൊട്ടാസ്യം നൈട്രേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർത്തതിന് ശേഷം നല്ലൊരു അടിപൊളി മരുന്നുണ്ടാക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. സാധാരണ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു അളവ് കാണാൻ നിങ്ങൾക്ക് 35% പഞ്ചസാര പൗഡർ ഇടുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ബാക്കിയുള്ളത് പൊട്ടാസ്യം നൈട്രേറ്റ് 65% ചേർത്ത് കൊടുക്കുന്നു. ഈ ഒരു മിക്സിംഗ് ആണ് ഇതിൻ്റെ ഒരു മരുന്ന് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ 2 ഗ്ലാസ്സിലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 65% പൊട്ടാസ്യം നൈട്രേറ്റും അതുപോലെ തന്നെ 35% നമ്മുടെ പഞ്ചസാര പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെയുള്ള ഒരു ബോട്ടിൽ എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഈ 65% പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 35% പഞ്ചസാര പൊടിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ പൊടിക്കുമ്പോൾ കൂട്ടി പൊടിക്കാനൊന്നും പാടില്ല. പഞ്ചസാര പൊടിക്കുന്നതിലേക്ക് ഇട്ടിട്ട് ഈ പൊട്ടാസ്യം നൈട്രേറ്റ് ഇട്ട് പൊടിക്കരുത് കേട്ടോ, അത് അപകടം തന്നെയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റും അതുപോലെ തന്നെ പഞ്ചസാര പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇവിടെ പഞ്ചസാര പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് മാത്രം ഇട്ടിട്ടുണ്ട്, പിന്നെ 2 കൂടി മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 3ൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചസാര പൊടി മാത്രം ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ കണ്ട ഗൈസ്, ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുകിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് മാത്രം ഒന്ന് കത്തിച്ച് കൊടുക്കാൻ പോവുകയാണ്. ആണോ, കൂടുതലായിട്ടൊന്നും കത്തുന്നില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ അത് 2 കൂടി കത്തിക്കാൻ പോവുകയാണ്. കാണാം, ഇത് 2 കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് കുറച്ച് വിട്ടുക്കുന്നു അതിൽ. ഓക്കെ ഗൈസ്, ഇതാ കത്തിക്കാൻ പോവാണ്. കണ്ടോ, അത്രയും സിമ്പിളായിട്ട് തന്നെ കത്തുന്നതാണ്. അതാണ് അതിൻ്റെ പ്രവർത്തനം കേട്ടോ. അതാണ് നമ്മൾ അതിലേക്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ആകെ പുകയാണ് കേട്ടോ.
അപ്പോൾ ആ ഒരു പ്രവർത്തനം കൊണ്ട് വരുന്ന സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കടക്കാം. ഇനി നമ്മൾ ഓരോ പൈപ്പിലും നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഫ്യൂസ് എന്ന് പറയുന്ന തിരി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിതാ ഇതേപോലെയുള്ള ഒരു ഫ്യൂസ് വാങ്ങിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഹോൾ ചെയ്ത് വെച്ചിരുന്നു, അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ നേരെ മുകളിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വെക്കണം, എന്നാലേ കറക്റ്റായിട്ട് ഇത് തീ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യാം, അതേപോലെ തന്നെ മുറിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഈ ഒരു ഫ്യൂസ് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടി, ഒരു പോരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണിൻ്റെ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ മെഴുകുതിരിയിൽ ഉരുക്കിയതിന് ശേഷം അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മരുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും മരുന്നിട്ട് കൊടുക്കണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ വലിയ പൈപ്പിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതിലും അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുക്കുക. ഒരു 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് പൊങ്ങുന്ന രീതിയിലാണ് നമ്മൾ മരുന്ന് നിറച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള പടക്കങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ബോംബ് എന്നൊക്കെ പേരുള്ള ഈ പടക്കം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ PVC പൈപ്പിൻ്റെ വണ്ണത്തിനനുസരിച്ച് ലൂസായി കൊള്ളുന്ന രീതിയിൽ തന്നെ ഉള്ള അളവിലുള്ളതാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും അതിൻ്റെ കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പടക്കം മുകളിൽ പോയിട്ട് പൊട്ടണം എന്നുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പടക്കത്തിൻ്റെ തിരി താഴേക്ക് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന മരുന്നിലേക്ക് കുത്തി നിൽക്കുന്ന രീതിയിൽ തന്നെ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇറക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് അതേപോലെ തന്നെ അതിലേക്ക് കുത്തി കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചട്ടപ്പേപ്പർ, ഇതേപോലെയുള്ള കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ പീസുകൾ എടുത്തതിന് ശേഷം റൗണ്ട് ചെയ്ത് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഓരോ PVC പൈപ്പിൻ്റെയും ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കണം. 3 വീതമാണ് നമ്മൾ ഓരോ പൈപ്പിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. എയർ ടൈറ്റായിട്ട് നിൽക്കണം, എയർ പുറത്തേക്ക് പോകരുത്, എന്നാലേ ആ പ്രവർത്തനം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 3 പീസ് വീതം ഓരോ പൈപ്പിലേക്കും ഇതേപോലെയുള്ള റൗണ്ട് ചട്ടയുടെ കട്ടിങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഷീറ്റ് നമ്മളിതിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഏകദേശം ആ ഒരു പടക്കത്തിൻ്റെ മുകൾ ഭാഗം വരെ നിൽക്കണം, ലെവലിൽ തന്നെ നിർത്തുക. ഓക്കെ, ഇതേപോലെ നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മളൊന്ന് അടച്ചു കൊടുക്കണം. അത് നൈസായിട്ടുള്ള കട്ടിയില്ലാത്ത പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അടക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ സാധാരണ ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ കവർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്കൈ ഷോട്ട് റെഡി ആയിരിക്കുകയാണ്. ഇനി തീ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ പൊട്ടിത്തെറിക്കാനായിട്ട്. മുകളിൽ പോയി പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വർക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇത് പൊട്ടിച്ച് നോക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ അവസാനത്തെ ഭാഗവും. അപ്പം എങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തിരിയിൽ തീ കൊടുക്കും. അതിനുശേഷം ഇവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മരുന്നിൽ തീ പിടിക്കും. ആ ഒരു സമയത്ത് അതിൽ നിന്നും എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അതിൽ ആ എയർ ടൈറ്റിൽ തന്നെ ആ ഗ്രീൻ പടക്കം മുകളിലേക്ക് പോയിട്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് പോയിട്ട് അവിടെ ചെന്ന് പൊട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെറുത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നേരെ ഇതേപോലെ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മളിത് തിരികെ കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് പരീക്ഷണമാണ്. എന്താ സംഭവിക്കാന്നറിയില്ല. എന്ത് സംഭവിച്ചാലും വീഡിയോ അതേപോലെ നിങ്ങൾക്ക് തരുന്ന കേട്ടോ. കൊടുക്കാം, ഓടിക്കോ, കത്തിച്ചോ, കടന്നു കിടക്ക്. ഞാൻ പോത്തൊക്കെ ഉണ്ടവിടെ. ഏതായാലും ഇപ്പോഴൊന്നും പോകാൻ പറ്റൂല, പോകാൻ പേടി കേട്ടോ. സമ്പത്ത് നിർമ്മാതാവ് നമ്മൾ തന്നെ ആയിക്കോണ്ടേ വലിയൊരു ധൈര്യം ഒന്നും പോരാ. പോയേക്കണോ, പോകാനുണ്ടോ? നിക്കണതാ ഇത്രേ വിട്ടാട്ടോ. എവിടെയാണ് സമ്പത്തിന് പേടിയല്ലേ ഇത്? പടക്കത്തിൽ തീ കൊടുത്തിട്ട് പിന്നെ കത്താതെ കെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. അത് പോട്ടെ, അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടി തീ പിടിച്ചില്ല തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ് നമ്മൾ നടത്താൻ പോകണം. ഒന്നാമത്തെ ചീറ്റി പോയിട്ടുണ്ട്. ഓടിക്കോ, ഈ വശമായിട്ട് കുറച്ച് കയറിപ്പോയത് തോന്നുന്നുണ്ട്. ഇവിടെ ഇട്ടില്ല, തിരിൻ്റെ അവിടെ കൊടുത്തു വെക്കാം അല്ലേ? അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് നടത്താൻ പോകുന്നത്. വിജയിക്കുന്നില്ല പ്രതീക്ഷ.
അടിപൊളി പുക വേണം. സംഭവം ഗൈസ് വിജയിച്ചിട്ടുണ്ട്. ചെറിയൊരു ഫാൾട്ട് പറ്റിയെന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിട്ട സമയത്ത് അവിടെ ഗ്ലൂ ഒട്ടിച്ചിരുന്ന അതിലപ്പോൾ ആ സമയത്തിന് പറഞ്ഞു ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ തിരി കെടാൻ സാധ്യതയുണ്ടെന്നുള്ളത്. നമ്മൾ അറ്റിച്ചതിന് ശേഷം രണ്ടാമത് കൊടുത്ത സമയത്താണ് സംഭവിച്ചത്. ഇനി നമുക്ക് ബാക്കിയുള്ള 3 പൊട്ടാത്തുണ്ടല്ലോ അത് അതേപോലെ ചെയ്തു നോക്കാം. ഓ നമ്മൾ പറഞ്ഞ അതേപോലെ വിജയിച്ചിട്ടുണ്ട്. സംഭവം തന്നെ പുകയായിരുന്നു. സംഭവം കിട്ടില്ല അല്ലേ? സെയിം ഷോട്ട്, പക്ഷെ PVC പൈപ്പ് ഉരുക്കി പോയി. ഇതാണ് സംഭവിച്ചിട്ടോ. പക്ഷെ ഇതിന് പേപ്പറിന്റെ റോളാ എടുക്കലല്ലേ? അതിന് കാരണം ഇതാണ് സംഭവം അല്ലേ? അപ്പൊ മനസ്സിലായി. അങ്ങനെയാണ് ഓരോ സംഭവങ്ങളും മനസ്സിലാക്കല്. ഇതിന് അടിയത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ? അതെ. നെക്സ്റ്റ് അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത് വലിയ ഷോട്ട് തന്നെയാണ്. അപ്പൊ വലിയ ശല്യം നമ്മൾ ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ ഈ പോത്തുകള് ആ പോത്ത് നല്ല കടന്നു തുറക്കില്ല. അവിടെ പോയി പടക്കം പൊട്ടിച്ചവല്ലേ പോത്ത് കുത്താവരാക്കോ. ഞാൻ നിർത്ത ചേരും. ഇവിടെ തിരി കൊടുത്തില്ല, അവിടെ പൊട്ടണത്. ഞാൻ പോയോക്കെ പോത്തിന് എന്താണ് ഫീലിങ്. Get out. This is our shooting location. ഇഷ്ടപ്പെടുവോ? നമ്മളെ ചെറുതാണ് കേട്ടത്. അതേപോലെ ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ കത്തിക്കാൻ പോയാണ്. കയ്യിൽ നിന്നല്ല, തന്നെയാണ്. ഇതാണ് ഇതാ പോയാണ്ട് പൊട്ടി വീണ ഒരു പടക്കതുണ്ടോ. എപ്പോഴും പുക വന്നുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ ക്യാമറക്കും കാര്യങ്ങൾക്കും ഒന്നും പരിക്കില്ല. പിന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്നത് നമ്മൾ പല എക്സ്പെരിമെൻറ്റും നടത്തുന്ന കേട്ടോ. അതൊക്കെ നമ്മളതായ റിസ്കിൽ നടത്തുകയാണ്. നിങ്ങൾ ആരും നടത്താതിരിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഇൻട്രോയിൽ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നിർദ്ദേശം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും നടത്തരുത്. ഇതെല്ലാം എക്സ്പെരിമെൻ്റ് ആയിട്ട് കാണുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലുള്ള കിട്ടിലും വീഡിയോസൊക്കെ നമ്മുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ വരുന്നതാണ്. പിന്നെ ഇനി നമ്മൾ ദുബായിൽ പോകുന്നുണ്ട്. ഡിസംബർ 15-നാണ് ദുബായിൽ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.